ഓക്കെ, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായാലും ബുറേവിയുടെ മറ്റേ ആശങ്കയൊക്കെ ഒഴിഞ്ഞ് നിങ്ങൾ റാപ്പെല്ലാം കേട്ട് ഇന്ദുലേഖയുടെ റാപ്പെല്ലാം കേട്ട് അടിച്ചു പൊളിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം നാട്ടുവാർത്തയിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് തെരഞ്ഞെടുപ്പിലെ ഒരു വിശേഷമാണ്, ഒരു ചോദ്യം ഉണ്ട്, അതൊന്ന് കണ്ടാലോ നമുക്ക്? ഉറപ്പായിട്ടും. ഓക്കെ. പ്രാവശ്യം എന്തായാലും വോട്ട് ചെയ്യണം, എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം, നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. നമ്മളെ 2ാം വാർഡത്തെ ഓട്ടോറിക്ഷയാണ് ചിഹ്നം കേട്ടോ. അപ്പോ ചെയ്യൂലേ? ഇത്ത ജയിച്ചു കഴിഞ്ഞാൽ ഇത്തയുടെ വിവാഹം കഴിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വാർഡ് അനാഥമാകും. അതുകൊണ്ട് ഇത്തയ്ക്ക് വോട്ട് ചെയ്യരുതെന്നാണ് പറയുന്നത്. എന്താണ് ഇത്തയ്ക്ക് ഇതിൽ പറയാനുള്ളത്? മലപ്പുറം എടവണ്ണയിലെ ഒരു സ്ഥാനാർത്ഥി നേരിടുന്ന ഒരു ചോദ്യമാണ്. വികസനവും ഒന്നുമല്ല പ്രശ്നം, സ്ഥാനാർത്ഥിയുടെ കല്യാണം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി എന്ത് ചെയ്യും, എന്ത് ചെയ്യില്ല, അതിലൊക്കെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഏതായാലും അതിന്റെ ഉത്തരം എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഓക്കെ. കാരണം ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പലതും പ്രചാരണ വിഷയമാകാറുണ്ട്. പക്ഷെ വനിതാ സ്ഥാനാർത്ഥിയുടെ വിവാഹം, അതും നടക്കാൻ പോകുന്ന വിവാഹം, അത് എപ്പോഴെങ്കിലും നടന്നേക്കാവുന്ന വിവാഹം അല്ലെ, അതാണ് ചർച്ചയായത് മലപ്പുറം എടവണ്ണയില്. അപ്പോ ഈ ചെല്ലുന്ന എല്ലാ വീട്ടിലും വോട്ട് ചോദിക്കുന്നതിനോടൊപ്പം ഇതും വിശദീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ഹംന അലി അക്ബർ. അപ്പോൾ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, ഹംന എന്നാണ് പേര്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വോട്ട് ചെയ്യണം, നമുക്കൊരു മാറ്റം വേണ്ടേ? നിലവിൽ വിദ്യാർത്ഥിയായ ഹംന അലി അക്ബർ വിവാഹിതയായി ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നതോടെ വാർഡ് അനാഥമാകുമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം വന്നതോടെയാണ് കല്യാണക്കാര്യം വോട്ടുകാര്യമായത്. ഇത്ത ജയിച്ചു കഴിഞ്ഞാൽ ഇത്തയുടെ വിവാഹം കഴിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വാർഡ് അനാഥമാകും. അതുകൊണ്ട് ഇത്തയ്ക്ക് വോട്ട് ചെയ്യരുതെന്നാണ് പറയുന്നത്. എന്താണ് ഇത്തയ്ക്ക് ഇതിൽ പറയാനുള്ളത്? മമ്പാട് MS കോളേജിലെ 3ാം വർഷ ചരിത്ര വിദ്യാർത്ഥിയായ ഹംന LDF സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ പ്രചാരണവും കൊടുത്തുവെന്നാണ് ആരോപണം. ഇതോടെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന കല്യാണത്തിലെ വരനെ സംബന്ധിച്ച് തന്റെ നിബന്ധനകൾ തുറന്നു പറയാൻ തീരുമാനിച്ചു. വിവാഹം കഴിഞ്ഞു പോയാൽ അത് വാർഡ് അനാഥമാകുന്നതിന് കാരണമാകും എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ എന്നെ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തനത്തെ അംഗീകരിക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന, വാല്യൂ ചെയ്യുന്ന ഒരാളെ ആയിരിക്കും തീർച്ചയായിട്ടും ഞാൻ തിരഞ്ഞെടുക്കുക. ചെയ്യൂലേ? വാർഡിലെ വികസനത്തെക്കാൾ സ്ഥാനാർത്ഥിയുടെ വിവാഹകാര്യം ചർച്ചയാക്കിയത് വോട്ടിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന സംശയത്തിലാണ് മറ്റു സ്ഥാനാർത്ഥികൾ. ഭാവിയിൽ വാർഡ് അനാഥമാകുമെന്ന തരത്തിൽ നടന്ന ചർച്ചകളിൽ തനിക്ക് പറയാനുള്ളത് സമൂഹ മാധ്യമങ്ങൾക്കൊപ്പം ഭൂരിഭാഗം വോട്ടർമാരോടും നേരിട്ട് പറയാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥി ഹംന. മനോരമ ന്യൂസ്, മലപ്പുറം. എന്തായാലും വിവാഹകാര്യം മാറിയിട്ട് വികസന കാര്യം ചർച്ചയ്ക്ക് വരട്ടെ എന്ന് ആശ്വസിക്കാം, പ്രതീക്ഷിക്കാം.